നമുക്ക് ഗോൾഡിന് ഏറ്റവും ഇതുവരെ ഉണ്ടായ ഏറ്റവും മോശം ദശകം എന്ന് പറയുന്ന 1990s ആണ്. ഓൾ ഓവർ ദ വേൾഡ് നോക്കിയാലും സെൻട്രൽ ബാങ്ക്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഗോൾഡ് മൊത്തം റിസർവ്സിന്റെ 17% ഉണ്ട്. പല രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് 1,00,000 2,00,000 അടുക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ 2026 സ്വർണ്ണ വിപണിയിൽ? ഈ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടിയത് സാധാരണ രീതിയിൽ നമ്മൾ ഇന്ത്യക്കാർ കാണുന്നത്, പ്രത്യേകിച്ച് കേരളീയർ കാണുന്നത് ഈ ആഭരണങ്ങളോടുള്ള ഡിമാൻഡ് കൂടി എന്നാണ്. സത്യത്തിൽ ജുവലറി ഡിമാൻഡ് കൂടിയിട്ടില്ല, കുറയുകയാണ് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം എന്ന രീതിയിൽ ഇതിനെ കാണാൻ തുടങ്ങി. കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിലുണ്ട്. ശരിക്കും ഇത് വാങ്ങുന്നതാണോ വിൽക്കുന്നതാണോ ഇപ്പം ലാഭം? അത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് ഉത്തരം പറയാൻ. നമുക്ക് മൈനിങ് എവിടെ? ലോകത്തിലുള്ള മൊത്തം സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ സപ്ലൈ കൂട്ടാത്തിടത്തോളം കാലം നമുക്ക് ഡിമാൻഡ് കൂടും. ആളുകൾ സ്ലോലി സിൽവറിലോട്ട് കുറച്ച് കൂടുതൽ മാറും. ഈ ഡോളർ, റുപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഫിയറ്റ് കറൻസികളാണ്. അവരുടെ മൂല്യം എന്ന് പറയുന്നത് അവർ തരുന്ന ഉറപ്പാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചാൽ തന്നെയും വില കൂടുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ധനും പ്രൊഫസറുമായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ആണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മൾ സാമ്പത്തിക വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വർണ്ണവില എന്ന് പറയുന്നത് 2025 തുടക്കത്തിൽ ഒരു 50,000 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം അത് 1,00,000 അടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ 12 മാസം, ഇപ്പം 11ാമത്തെ മാസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ 11 മാസത്തിനിടയിൽ ഇത്രയധികം ഒരു വർധനവ് സ്വർണ്ണവിലയിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം അൺസർട്ടേണിറ്റിയാണ്. എക്കണോമിക് അൺസർട്ടേണിറ്റി. സാമ്പത്തിക ലോകം വളരെ അനിശ്ചിതത്വത്തിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ട്രംപിൻ്റെ വരവാണ്. ട്രംപ് പ്രസിഡൻ്റ് ആയതോടുകൂടി വല്ലാത്ത അനിശ്ചിതത്വം സൃഷ്ടിക്കപ്പെട്ടു. അതിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ജിയോ പൊളിറ്റിക്കൽ റീസൺസാണ്. വെസ്റ്റ് ഏഷ്യ കലുഷിതമായത്, അതിനു മുമ്പ് തന്നെ റഷ്യ ഉക്രൈൻ വാർ, ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരു അൺസർട്ടേണിറ്റി ഉണ്ട്. ആ അൺസർട്ടേണിറ്റിയെ കൂടുതൽ അഗ്രസീവ് ആക്കാൻ ട്രംപിൻ്റെ വരവ് കഴിഞ്ഞു. ട്രംപിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ട്രംപ് താരിഫിൻ്റെ പേരിൽ നടത്തി കൂട്ടിയ കോലാഹലങ്ങളെല്ലാം തന്നെ ലോകത്തിൽ വലിയ ഭയപ്പാട് സൃഷ്ടിച്ചു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം എല്ലാവരിലും ഉണ്ടായി. ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ടായി, ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഇടയിലുണ്ടായി. എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ആ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിൻ്റെ പേരിൽ നമ്മളൊരു സേഫ് ഹെവനെ അന്വേഷിക്കും. അപ്പോൾ സുരക്ഷിതമായ ഒരു താവളമാണ് സ്വർണം. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്, ട്രംപിൻ്റെ ഒരു വലിയ അജണ്ട എന്ന് പറയുന്നത് ഒരു വീക്ക് ഡോളർ അദ്ദേഹത്തിന് വേണം. ശക്തമായ ഡോളറല്ല ആവശ്യം, ഒരു വീക്ക് ഡോളർ വേണം. അപ്പോൾ ഡോളറിനെ ഒന്ന് എന്നുണ്ടെങ്കിൽ ഈ തീരുവ നയം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ തീരുവ ഉയർത്തി അങ്ങോട്ടേക്കുള്ള ഇമ്പോർട്ട് കുറച്ചു, ട്രേഡ് ബാലൻസ് മെച്ചപ്പെടുത്തി ഒക്കെ ഉള്ളൊരു രീതിയിൽ പോകണം. അപ്പോൾ ഒരു വീക്ക് ഡോളർ, ഒരു ദുർബലമായ ഒരു ഡോളർ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതാണ് ഡോളർ ഇൻഡെക്സ് കുറഞ്ഞു. ഡോളർ ഇൻഡെക്സ് കുറഞ്ഞു. അതേസമയം തന്നെ പിന്നീട് അൺസർട്ടേണിറ്റി വർദ്ധിച്ചു. ഈ വർദ്ധിക്കുമ്പോൾ നമുക്ക് താല്പര്യം കൂടുതൽ ഗോൾഡിനോട് പോകും. ആ ഗോൾഡിൻ്റെ ഡിമാൻഡ് വല്ലാണ്ട് കൂടി. പക്ഷേ രസകരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടിയത് സാധാരണ രീതിയിൽ നമ്മൾ ഇന്ത്യക്കാർ കാണുന്നത്, പ്രത്യേകിച്ച് കേരളീയർ കാണുന്നത് ഈ ആഭരണങ്ങളോടുള്ള ഡിമാൻഡ് കൂടി എന്നാണ്. സത്യത്തിൽ ജുവലറി ഡിമാൻഡ് കൂടിയിട്ടില്ല, കുറയുകയാണ് ചെയ്തത്. അപ്പോൾ കാര്യമായിട്ട് ആഭരണങ്ങളുടെ ഡിമാൻഡ്, എന്നിട്ട് നമുക്ക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, വിവാഹ സീസൺ ആയിരുന്നു, എന്നിട്ട് പോലും നമ്മുടെ ജുവലറി ഡിമാൻഡ് വല്ലാണ്ട് കൂടിയിട്ടില്ല. ആഭരണങ്ങളോടുള്ള പ്രിയം അത്ര കൂടിയിട്ടില്ല. പിന്നെ എവിടെയാണ് പിന്നെ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അതിൽ സത്യമുണ്ട്. ഇപ്പം 2022 മുതൽ 2024 വരെയുള്ള ഡേറ്റ നമ്മൾ നോക്കുമ്പോൾ വാർഷികമായിട്ട് ഈ ലോകത്തുള്ള കേന്ദ്ര ബാങ്കുകൾ 1000 ടൺ വാർഷികമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന കണക്കിലാണ് ഈ 3 വർഷത്തെ കണക്കുകൾ വരുന്നത്. അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ പീരീഡിൽ
ഈ സ്വർണ്ണം ഇപ്പം പിന്നീട് സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങളിൽ ഈ സെൻട്രൽ ബാങ്കിൻ്റെ പർച്ചേസും കൂടിയിട്ടില്ല, കാര്യമായിട്ട് കൂടിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ ഡിമാൻഡ് ഉണ്ടായതെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം എന്ന രീതിയിൽ ഇതിനെ കാണാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഗോൾഡിനെ അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഇതിലെല്ലാം വല്ലാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ഇതിലൊരു കണക്ക് പറയുന്നത് 78% വർധനവാണ്. അത് അത്ഭുതപൂർവമാണ്. അപ്പോൾ ആളുകൾക്കെല്ലാം ഒരു വിശ്വാസം വന്നു, ഇനി ഗോൾഡാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്, നമ്മൾ ഫിക്സഡ് ഇൻകമായിട്ട് ഡെപ്പോസിറ്റുകളിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല, സ്റ്റോക്ക് മാർക്കറ്റിലും പെട്ടെന്ന് ഒരുപാട് പണം നമുക്ക് ഉണ്ടാക്കി തരില്ല, അതുകൊണ്ട് ഗോൾഡ് ആയിരിക്കും ഒരു സുരക്ഷിത താവളം. ഇത്രയും വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല കേട്ടോ. ഒരു 13%, 14% റിട്ടേൺ തരുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഈ ചെറിയ പീരീഡ് കൊണ്ടിട്ട് നമുക്ക് 63% വരെ ഉയർച്ച ഉണ്ടായി. റിട്ടേൺ 4-5 മാസത്തിനകത്ത് ഒരു ഏത് ചെറിയ കണക്കെടുത്താലും 57% റിട്ടേൺ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ പിന്നീട് ETF വല്ലാണ്ട് നിക്ഷേപം കൂടി, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി, ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ഇത്തരത്തിലുള്ള വർധനവ് മൂലം നമ്മുടെ ഗോൾഡിനോടുള്ള ഡിമാൻഡ് വല്ലാണ്ട് കൂടുകയും അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഗ്ലോബൽ അൺസർട്ടേണിറ്റിയും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനും വീക്കായ ഡോളർ ഇൻഡെക്സ് ഒരല്പം കുറഞ്ഞതും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കാരണമാണ്. ഇതിനകത്ത് വേറെ പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. പക്ഷേ ഇതിന് ഇത്രയും വർദ്ധിക്കാനുണ്ടായ അടുത്ത കാലത്തുണ്ടായ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം നമ്മൾ 2026 കടക്കാൻ ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. ഈ 2026 നമ്മൾ ചെല്ലുമ്പം ഒരു പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഒരു പ്രഡിക്ഷൻ വരുന്നുണ്ട്, ചിലപ്പോൾ കുറയാം എന്നുള്ളൊരു സാധനം. പക്ഷേ എപ്പോഴും ആളുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങളൊക്കെ തന്നെ പല രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് 1.5 ലക്ഷം 2 ലക്ഷത്തിലേക്ക് അടുക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ 2026 സ്വർണ്ണ വിപണിയിൽ? എൻ്റെ ഒരു വിലയിരുത്തലെന്ന് പറയുന്നത് സ്വർണത്തിന് പെട്ടെന്നൊരു വില ഇടിവ് സംഭവിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പം അതൊരു 90,000-ൻ്റെ ചുറ്റുവട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അതൊരു കറക്ഷന് പോയാൽ ഒരു 80,000-ൽ വന്ന് സെറ്റിൽ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് പരമാവധി ഉള്ളത്. ചിലർ 50,000 കുറഞ്ഞ് ചിലപ്പോൾ പോയേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള വളരെ റിമോട്ട് സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ അമേരിക്ക എന്തെങ്കിലും നയത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തണം. വ്യത്യാസം വരുത്താൻ അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഉടനെ കഴിയുമെന്ന്. അവർ ഈ രീതിയിൽ തന്നെ ഇപ്പോഴും അവർ തീരുവ യുദ്ധമാണ്, അതേ വ്യാപാര യുദ്ധത്തിലാണ് അവർ നിൽക്കുന്നത്. ആ വ്യാപാര യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. കൂടി അവർ കോംപ്രമൈസ് ചെയ്യുന്നത് ചൈനയെടുത്താണ്. കാരണം ചൈനയുടെ കയ്യിലിരിക്കുന്ന സ്ട്രാറ്റജിക്കായിട്ടുള്ള മിനറൽസ് ആണ്, അത് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്രയുമുള്ള കോർ മിനറൽസ് എല്ലാം അവരുടെ ഇരിക്കുമ്പോൾ ഇവർക്ക് സറണ്ടർ ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാവുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരം വെല്ലുവിളികളൊന്നും അവർക്ക് ഉയർത്തുന്നില്ല. അതുകൊണ്ടിട്ട് പറയുന്നത് കേട്ടില്ലെങ്കിൽ തന്നെയും കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡിനോടുള്ള ഒരു ഡിമാൻഡ് അങ്ങനെ കുറയാനുള്ളൊരു സാധ്യതയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ. ഇപ്പോൾ സെൻട്രൽ ബാങ്ക്സുകളെല്ലാം വീണ്ടും ഡിസിഷൻ എടുത്തു ഇനിയും കൂടുതൽ വാങ്ങിക്കാൻ. അപ്പോൾ അത് തുടങ്ങി. ഇന്ത്യയും അത്തരത്തിൽ തന്നെയാണ്. അതെ, ഇപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ, റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ 888 പിന്നീട് 888 അതെ 888 മെട്രിക് ടൺസാണ് സ്വർണ്ണം ഇരിക്കുന്നത്. അത് ഏതാണ്ട് നമ്മളുടെ ഗോൾഡ് മൊത്തം റിസർവ്സിൻ്റെ 16% വരും. ഓൾ ഓവർ ദ വേൾഡ് നോക്കിയാലും സെൻട്രൽ ബാങ്ക്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഗോൾഡ് മൊത്തം റിസർവ്സിൻ്റെ 17% ഉണ്ട്. അത് ഇനി ഒരു 20%-ലേക്ക് അവർ ഉയർത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അൺസർട്ടേണിറ്റിയെ, വെല്ലുവിളിയെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വർണം കൊണ്ടേ പറ്റുകയുള്ളൂ. മറുവശത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിനും ഇതിനുമായിട്ട് ചേർത്ത് പറയാവുന്ന ഒരു കാരണമെന്ന് പറയുന്നത്, അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്
റേറ്റ് കട്ട് ചെയ്യുന്നു. അവരുടെ അടിസ്ഥാന പിന്നെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫിക്സഡ് ഇൻകം ഗ്രൂപ്പുകാർക്ക് ഇൻകം കുറയും, ഡെപ്പോസിറ്റ് കൊണ്ടിരിക്കുന്നവർക്ക് കുറയും. അപ്പോൾ അവർ വിചാരിക്കും ഇത്തിരി ഇപ്പം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ ഡിജിറ്റൽ ഗോൾഡിലൊക്കെ കൊണ്ട് ചെറുതായിട്ട് മായ്ച്ചാൽ മതി, ചെറിയ പൈസ ഇട്ടാൽ മതി ഡിജിറ്റൽ ഗോൾഡിൽ, നമുക്കതിന് റിട്ടേണും കിട്ടും. അതൊക്കെ അറിയാവുന്ന വരുമ്പോഴേക്കും ആളുകൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അത് സംഭവിച്ചിരിക്കുന്നു. ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാളും സാധാരണ ആളുകൾ പോലും അതെ. അപ്പോൾ അതിനകത്ത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് എന്നിരുന്നാലും തന്നെയും അത് ആകർഷണീയമാകുന്നു എന്നുള്ളത് കൊണ്ട്, കാരണം FD-യിൽ കൊണ്ടിട്ടിട്ട് കിട്ടുന്ന റിട്ടേണേക്കാളും കൂടുതൽ റിട്ടേൺ ഇവിടെ ഉറപ്പാണ്. അതുകൊണ്ടിട്ടാണ് ആളുകൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഡിമാൻഡ് പെട്ടെന്ന് കുറയാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ഡോളർ പിന്നീട് ഈ പറയുന്നത് പോലെ അല്പം ദുർബലമായിട്ടുണ്ട്. പക്ഷെ പറയുന്നത് പോലെ അവരുടെ സുപ്രീമസി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. വേരിയേഷൻസ്, മേധാവിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അമേരിക്കൻ ഡോളറിന്റെ മേധാവിത്വം ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഡോളർ വളരെ വീക്കാകുകയാണെങ്കിലാണ് ഈ നേരത്തെ പറയുന്നത് പോലെ 50,000-ലോട്ടൊക്കെ ചെന്ന് വീഴാനുള്ളൊരു സാധ്യത. അങ്ങനെ അത്ര ദുർബലമായി നിൽക്കാത്തിടത്തോളം കാലം, എന്നാൽ ചെറിയ ദൗർബല്യം പ്രദർശിപ്പിക്കുന്നിടത്തോളം കാലം ഗോൾഡിനോടുള്ള ഡിമാൻഡ് കൂടുക തന്നെ ചെയ്യും. ഇതിലെല്ലാത്തിലും ഉപരി ഒരു വലിയ കാര്യമുണ്ട്. നമുക്ക് മൈനിങ് എവിടെ? ലോകത്തിലുള്ള മൊത്തം സ്വർണമെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് തന്നെയാണല്ലോ. ഒരു 4,974 മറ്റോ ടൺസിൻ്റെ ഒരു റേഞ്ചിലെങ്ങാണ്ടാണ് അതിൻ്റെ ഒരു സപ്ലൈയും ഡിമാൻഡും നിൽക്കുന്നത്. അത് കാര്യമായിട്ടുള്ള മൈനിങ് നമുക്കിപ്പോൾ ഇല്ല. കാര്യമായിട്ട് ലോകത്തിപ്പോൾ മൈനിങ് ഇല്ല. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉള്ളത്. അപ്പം ആ മൈനിങ് ഇല്ലാത്തതിൻ്റെ പേരിലും പിന്നെ റീസൈക്കിൾ ഗോൾഡ് ആവശ്യമായതുകൊണ്ടും ഇൻഡസ്ട്രിക്ക് ആവശ്യമായതുകൊണ്ടിട്ടും സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ സപ്ലൈ കൂട്ടാത്തിടത്തോളം കാലം നമുക്ക് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, സപ്ലൈ ഡിമാൻഡ് ഇക്വേഷനിൽ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ETF പോലെയുള്ള നിക്ഷേപങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുന്നത് വീണ്ടും ഇത് അഗ്രസീവ് ആവും. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഒരു വശത്ത് ഞാൻ കാണുന്നത് ഈ പിന്നീട് ETF പോലുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുകയും സെൻട്രൽ ബാങ്കിൻ്റെ പർച്ചേസും മെച്ചപ്പെടുകയും, ഒരു മേഖലയിലായിരിക്കും ഒരു വീക്ക്നെസ് ഉണ്ടാകുന്നത്, ജ്വല്ലറി ഡിമാൻഡിന് കുറച്ച് വീക്ക്നെസ് ഉണ്ടാകും. അത് തന്നെ ഒരു സാധ്യത ഞാൻ കാണുന്നത്. ആളുകൾ സ്ലോലി സിൽവറിലോട്ട് കുറച്ച് കൂടുതൽ മാറും. സിൽവർ കുറച്ച് ആകർഷണീയമായിട്ട് വരും. അതുകൊണ്ട് തന്നെ സിൽവറിന് ഇതിന്റെ കൂട്ടത്തിൽ വില കൂടിയിട്ടുണ്ട്. സിൽവർ ഇനി മേടിച്ചു വെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്നുള്ള രീതിയിലുള്ള ഒരു സംശയമില്ല. അതായിരിക്കും ഇനിയിപ്പം നമുക്ക് തന്നെ ചില മ്യൂച്വൽ ഫണ്ടുകൾ സിൽവറും ഗോൾഡും ചേർത്തിട്ടുള്ളതാണ്. രണ്ടിന്റെയും കൂടി ബേസിലാണ് ചില മ്യൂച്വൽ ഫണ്ടുകൾ വന്നിരിക്കുന്നത്. സിൽവർ നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡിമാൻഡ് അങ്ങനെ വർദ്ധിക്കാൻ അല്ല, ഈ ഡിമാൻഡ് എപ്പോഴും കൂടുമ്പോൾ ആവശ്യത്തിന് കിട്ടിയാലും അതിന്റെ ഒരു ഡിമാൻഡ് വല്ലാണ്ട് കൂടി കഴിഞ്ഞ് തീർന്നാൽ പ്രൈസ് കൂടുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പം. അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് കമ്മോഡിറ്റി ട്രേഡിങ്. ഈ കമ്മോഡിറ്റി ട്രേഡിങ്ങും ചേർത്ത് വായിക്കണം. അത് ഗോൾഡിനും സിൽവറിനും ഒരുപോലെ. ഇപ്പം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലൊക്കെ ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് കൃത്യമായിട്ട് ഇത്രയും തന്നെ വെച്ച് ചെയ്യണമെന്നില്ല. അപ്പം നമുക്കൊരു ഫിസിക്കൽ ഗോൾഡ് പ്ലസ് ഡിമാൻഡ് ഫോർ നോൺ ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നതാണ് മൊത്തം ഗോൾഡ് ഡിമാൻഡായിട്ട് വരുന്നത്. അത് വല്ലാണ്ട് കൂടുന്ന സമയത്ത് ഈ സപ്ലൈ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടാനുള്ളൊരു സാധ്യതയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 1.20, 1.25 റേഞ്ചിലേക്ക് ഒരു 26 വർഷത്തിലോ 26-ലോ 27-ലോ ഒക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് അനാകർഷണീയമാകില്ല. അത് നമുക്ക് നേട്ടമേ തരികയുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ 6 മാസക്കാലത്തിനിടയിലുണ്ടായ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വർധനവ് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാനും പറ്റില്ല. അത് ചെറിയ കാലത്തിൽ അങ്ങനെ ഉണ്ടാകാനും സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പം ഈ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു നയമാണ് സ്വർണത്തിൻ്റെ വെള്ളിയുടെ ഇറക്കുമതി വില കുറയ്ക്കുക എന്നുള്ളത്. അതൊരു സ്ഥിരത കൊണ്ടുവരാൻ ഒരുപാട് വേരിയേഷൻസ് ആണല്ലോ സ്വർണ്ണവിലയിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരത വരുത്തുന്നതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും സ്വർണ്ണവില കുറയാൻ ചാൻസ് ഉണ്ടോ? സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ.
സിൽവറിൽ ഒന്നാം സ്ഥാനവും. കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതിനെ കുറിച്ചാണ് സ്നേഹ പറയുന്നത്. അത് 15% നിന്നിട്ട് 6% കുറച്ചു. യഥാർത്ഥത്തിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വില കുറയ്ക്കുക എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്മഗ്ലിംഗ് തടയുക എന്നുള്ളതാണ്. അപ്പം പിന്നീട് കള്ളക്കടത്ത് ധാരാളം നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണം. അതുകൊണ്ട് എത്ര മാത്രം സ്വർണം കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായ കണക്ക് പോലുമില്ല. ആ കൂടി എയർപോർട്ടിൽ വെച്ച് പിടിക്കുന്ന സ്വർണമാണ് നമ്മൾ വരുന്ന കണക്കെന്ന് പറയുന്നത്. അപ്പോൾ 874 കിലോഗ്രാം സ്വർണമാണ് ഏറ്റവും ഒടുവിൽ ജൂണിലോ മറ്റോ പല എയർപോർട്ടുകളിലായിട്ട് പിടിച്ചിട്ടുള്ളത്. ഈ കസ്റ്റംസ് ഡ്യൂട്ടി 15 നിന്ന് 16 കുറച്ചപ്പോൾ അത് നേരെ ഏകദേശം പകുതിയായി കുറഞ്ഞുവെന്നാണ് ചില കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ ഇപ്പോഴും അതിനകത്ത് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. എന്നാലും സ്മഗ്ലിംഗ് കുറഞ്ഞിട്ടുണ്ട്. സ്മഗ്ലിംഗ് കുറയുക ഒരു വശത്ത്, വില കുറയ്ക്കുക ഉദ്ദേശമല്ല. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വില കുറയ്ക്കാൻ അല്ല ഉദ്ദേശിക്കുന്നത്, സ്മഗ്ലിംഗ് കുറച്ച് നേർവഴിക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുക, ലീഗൽ ഇമ്പോർട്ട്സ് നടത്തുക എന്നുള്ളതാണ്. ആ ലീഗൽ ഇമ്പോർട്ട്സ് നടത്തി കഴിഞ്ഞ് തീർന്നാൽ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അക്കൗണ്ട് ചെയ്യപ്പെടും. മറ്റു പലരും കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോൾ 15 നിന്ന് 6 എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു 3 ഇരട്ടി ഇറക്കുമതി മെച്ചപ്പെട്ടാൽ കസ്റ്റംസ് ഡ്യൂട്ടി കൂടുകയുള്ളൂ, വരുമാനം കൂടുകയുള്ളൂ, വരുമാനം കുറയത്തില്ല. അതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അവരുടെ വരുമാനം മെച്ചപ്പെടുത്തുക, പിന്നീട് കള്ളക്കടത്ത് കുറയ്ക്കുക, ലീഗൽ ഇമ്പോർട്ട്സ് മെച്ചപ്പെടുത്തുക. അതിനൊരു ചെറിയൊരു അപകടം കൂടിയുണ്ട്, അതും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഇറക്കുമതി നമുക്കിങ്ങനെ, നമ്മൾ മൊത്തത്തിൽ സ്വർണം കൂടുതൽ ഇറക്കുമതി ചെയ്താണല്ലോ ചെയ്യുന്നത്. ആ ഇറക്കുമതി വല്ലാണ്ട് കൂടുമ്പോഴത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോൾ അത് നമ്മുടെ ട്രേഡ് ബാലൻസിനെ ബാധിക്കും. നമ്മുടെ ഇമ്പോർട്ട് കൂടി പോവുകയല്ലേ അന്നേരം. ഇമ്പോർട്ട് കൂടി പോകുമ്പോൾ കയറ്റുമതി അതനുസരിച്ച് വരുന്നില്ലെങ്കിൽ നമുക്ക് ട്രേഡ് ബാലൻസ് വളരെ മോശമായിട്ട് വരും. അപ്പം നമ്മുടെ വ്യാപാര കമ്മി കൂടും. അങ്ങനെ ഒരു അപകടം അതിനകത്ത് ഉണ്ട്. എന്നാലും ഇപ്പം നമുക്ക് വില കുറയാനുള്ള ഒരു സാധ്യത ഞാൻ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം ഡിമാൻഡ് വല്ലാണ്ട് കൂടുന്നു. ആ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടിട്ട് നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് കൊണ്ടിട്ടുള്ള ഒരു വിലക്കുറവ് എളുപ്പം സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ വില മാർജിൻ, ഒരു വളരെ ചെറുതായിട്ട് വില ഉണ്ടെങ്കിലേ ഉള്ളൂ. എപ്പോഴും സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, സ്വർണം ഇൻ്റർനാഷണൽ മാർക്കറ്റുമായിട്ടാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളുടെ ചിങ്ങമാസം വരുമ്പോൾ, കല്യാണം വരുമ്പോൾ വില കൂടുക, അത് കഴിയുമ്പോൾ വില കുറയുക. നിങ്ങളൊക്കെ അന്ന് ഇവിടെ ഈ ഭൂമിയിലൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ആ സാഹചര്യത്തിലൊക്കെ ഈ ഇതുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 10-20 കൊല്ലമെങ്കിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1991 ശേഷം പ്രത്യേകിച്ച് വില കൂടുമ്പോൾ നമ്മുടെ ഇവിടെയും വില കൂടും, അവിടെ വില കുറയുമ്പോൾ ഇവിടെ കുറയുന്ന ഒരു രീതിയിലാണ്. ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധിതമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചാൽ തന്നെയും വില കൂടുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. വില കുറയുന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇത്തിരി ഉയർന്നു നിന്നാലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. ഇത്രമാത്രം നല്ല ശക്തമായ ഒരു റിലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വില കൂടിയ സമയത്ത് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ്, ഇത് മേടിച്ച് വെക്കുന്നതാണോ ലാഭം? കാരണം ചിലപ്പോൾ ഭാവിയിൽ വില കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ച് വെക്കുന്നതാണോ ലാഭം, അതോ ഇത് കൊടുത്ത് ഇപ്പോൾ ഉള്ള പൈസ നമുക്ക് കയ്യിൽ പൈസയായിട്ട് മേടിച്ച് വെക്കുന്നതാണോ ലാഭം? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിലുണ്ട്. ശരിക്കും ഇത് വാങ്ങുന്നതാണോ വിൽക്കുന്നതാണോ ഇപ്പം ലാഭം? അത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് ഉത്തരം പറയാൻ. കാരണം എന്നെ കേൾക്കുന്നവർ കയറി എന്തെങ്കിലും ധൃതി പിടിച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു തീർന്നാൽ എൻ്റെ പുറത്താവും കുറ്റം. അതുകൊണ്ടിട്ട് അതൊരു വളരെ പെർപ്ലക്സ് ആയ ഒരു ചിന്തിക്കണം. അല്ല, അതെ അതിന് എനിക്ക് പറയാനുള്ള 2-3 സൂചനകളെന്ന് പറയുന്നത്, ഒന്ന്, നമ്മളൊരു റൈറ്റ് പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ക്ലേശകരമാണ്, എനിക്ക് പോലും പറ്റാത്തൊരു കാര്യമാണ് റൈറ്റ് പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിനകത്തുണ്ട്, ഒരു 90,000 അത്ര മോശം പ്രൈസ് അല്ല, പക്ഷെ ഒരു 80,000 കാത്തു നിന്ന് വാങ്ങിക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു തീർന്നാൽ നമുക്ക് കുറച്ച് പോകാം. ചിലപ്പോൾ അതൊരു 70 നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എക്കോണമിയിൽ കാർമേഘം എപ്പോഴും ഉരുണ്ടുകൂടും. ആ കാർമേഘം ഉരുണ്ടുകൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ
80ലേക്ക് വരുന്ന സമയത്തായിരിക്കും പുതിയൊരു കാർമേഘം വരുന്നത്. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ 75ലേക്ക് വെയിറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ സാഹചര്യത്തിൽ ഇരുന്ന് പറയാൻ പറ്റില്ല. ഇത്തരം പെട്ടെന്നൊരു സാധനം വരും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റ് ഏഷ്യയിലെല്ലാം സമാധാനമായെന്ന് പറഞ്ഞു, നമ്മൾ വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞിരുന്നാൽ പെട്ടെന്നായിരിക്കും അവിടെ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുക. അപ്പോൾ അത് ഉടനെ നമ്മൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആഗോള സാഹചര്യങ്ങളെ നന്നായിട്ട് വിലയിരുത്തിക്കൊണ്ട് വേണം ചെയ്യുന്നത്. എന്നിരുന്നാലും എനിക്കൊരു പൊതുവിലുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്, സ്വർണം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുത്തത്തില്ല. സ്വർണം ലോങ് റണ്ണിൽ അത് ഒരു കുഴപ്പവും പറ്റില്ല. ഈ സാഹചര്യത്തിൽ കയറിയാൽ പോലും അതിൻ്റെ നാളത്തെ വില 1.5 ലക്ഷമോ 2 ലക്ഷമോ തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതെന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റോക്ക് റിട്ടേൺസും പിന്നീട് ഗോൾഡ് റിട്ടേൺസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം സ്നേഹ പറഞ്ഞ ഒരു ചെറിയ മൊമെൻ്റം ഉണ്ടായ 4 മാസം 5 മാസം, അത് തുടങ്ങിയ സമയത്ത് കയറി വ്യാപാരം ചെയ്ത് വിൽക്കുന്നവർക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ഇത് 4 മാസം 5 മാസം കൊണ്ട് പൈസ ഉണ്ടാക്കിയ ധാരാളം പേരെ എനിക്കറിയാം. അതേസമയം തന്നെ വളരെ ലോങ് ടേമിലും ഇത് വളരെ നമുക്ക് നല്ല റിട്ടേൺ തരും. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ പീരീഡുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു നിശ്ചലമായിട്ട് പോവുകയോ ഒക്കെ ചെയ്യാവുന്നത്. എന്നാലും ഞാൻ ഈ 1 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റ്, 3 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റ്, 5 ഇയർ, 10 ഇയർ, 15 ഇയർ ഒക്കെ പരിശോധിച്ചപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗോൾഡിൻ്റെ റിട്ടേൺ തന്നെയാണ് ഒരല്പം മുകളിൽ സ്റ്റോക്കിനെക്കാട്ടിലും എന്നാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പം നമുക്കൊരു ഇതിന് അപവാദമായിട്ടുള്ള ചില ഡെക്കേഡുണ്ട്, പ്രത്യേകിച്ച് 1990s ഡെക്കേഡ് ഇതിനൊരു അപവാദമാണ്. നമുക്ക് ഗോൾഡിന് ഏറ്റവും ഇതുവരെ ഉണ്ടായ ഏറ്റവും മോശം ദശകമെന്ന് പറയുന്ന 1990s ആണ്. അപ്പോൾ 90s നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തവർ ചിലപ്പോഴും ഒരു 10 വർഷം കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 8 വർഷം കാത്തിരിക്കേണ്ടി വരും. നല്ല റിട്ടേൺ, റിട്ടേണൊക്കെ പ്രയത്നം തന്നെയാണ്, വളരെ നല്ല റിട്ടേണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നിരുന്നാലും അത് കിട്ടുമ്പോൾ ശരാശരി ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് റിട്ടേണിലും കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 57-63% റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ വർഷത്തെ റിട്ടേണുമായിട്ട് ഇത് എടുക്കുമ്പോൾ ഒരു 5 വർഷത്തിൻ്റെ വാർഷികം എടുക്കുമ്പോൾ ഈ 60 തന്നെ എടുത്താൽ 12% 5 വർഷത്തിൻ്റെ. അതിന് മുമ്പുണ്ട് റിട്ടേൺ ഉണ്ട്, 4 5 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പോകും, 12ൻ്റെ പുറത്ത് പോകും. അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ഗോൾഡ് ഒരിക്കലും നാശം ഉണ്ടാക്കത്തില്ല. ഗോൾഡ് വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ലോങ് റണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ സമർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സാഹചര്യത്തിൽ കുറച്ച് ഗോൾഡ് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇടിയുമ്പോൾ, ഞാൻ 1 ലക്ഷത്തിന് അടുത്തെത്തിയപ്പോഴാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഒരു ധൈര്യക്കുറവാണ്, പ്രത്യേകിച്ച് സ്വന്തം പപ്പ പറയുമ്പോൾ കൂടുതൽ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊടുത്തിട്ട് നിങ്ങൾ പിന്നീട് ഇനി കുറയുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം, പിന്നെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാൽ ഗോൾഡ് നമുക്ക് ആകർഷണീയമായ വസ്തു തന്നെയാവും. എന്നിരുന്നാലും ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡിൻ്റെ അളവും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ആകർഷണീയമായിട്ടുള്ള സാധനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പം കല്യാണത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ രീതിയിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ, ഗോൾഡ് ആക്ച്വലി ഒരു നോൺ പ്രൊഡക്റ്റീവ് അസറ്റായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഗോൾഡ് ലീസിങ് പോലെ, അതായത് സ്വർണ്ണപ്പാട്ടം പോലെയുള്ള ഓപ്ഷൻസ് നല്ലതായിരിക്കുമോ? വളരെ നല്ല ചോദ്യമാണ് അതൊരു. കാരണം ഈ പിന്നീട് സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഒന്നാമത് ഇത് ആളുകൾക്ക് ഗോൾഡ് ലീസിങ് വളരെയധികം അറിഞ്ഞുകൂടാ, അത് പ്രചാരത്തിലായിട്ട് വരുന്നേ ഉള്ളൂ. രണ്ടാമത് ഗോൾഡ് ലീസിങ് വളരെ നിയമപരമായിട്ട് ഇനിയും അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിൻ്റെ റെഗുലേറ്ററി സംവിധാനങ്ങൾ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നാലും പാട്ടത്തിന് കൊടുക്കുന്നത്, ലീസിങ്ങിന് കൊടുക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ അത് നന്നായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജുവലറി ഉണ്ടാക്കുന്നവർക്കാണ് ഇത് കൂടുതൽ ആകർഷണീയമായിട്ടുള്ളത്. ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്വർണ്ണക്കട്ടികൾ വാങ്ങിച്ചിട്ട് വേണം സ്വർണത്തിലേക്ക് മാറ്റേണ്ടത്. അതിനു പകരം ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന, സ്നേഹ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപയോഗമില്ലാത്ത സ്വർണം മാത്രമല്ല, കേടുപാടായ സ്വർണ്ണമുണ്ട്, പൊട്ടിപ്പോയ സ്വർണ്ണമുണ്ട്. ഇങ്ങനെയുള്ള സ്വർണ്ണം എല്ലാം എടുത്തിട്ട് നമുക്ക്
ആഭരണക്കടയിൽ കൊണ്ട് കൊടുത്താൽ ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതാണ്. അവർ എടുക്കും. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. ആ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഈ സാധനം അവിടെ കൊണ്ട് കൊടുത്താൽ അവർ ഒരു ജുവലറി മാനുഫാക്ചറെ കണ്ടുപിടിക്കും, ആഭരണ നിർമ്മിക്കുന്ന ആൾ. അയാൾക്ക് ഈ സ്വർണം അങ്ങോട്ട് പാട്ടത്തിന് കൊടുക്കും. 1 വർഷത്തിനോ 2 വർഷത്തിനോ. ഇപ്പോഴത്തെ ഒരു 180 ഡേയ്സൊക്കെയാണ് സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞ് തീർന്നാൽ അതിനൊരു ചെറിയ 2 to 3% ആണ് അതിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു പലിശ പോലത്തെ സാധനം ഇവർ കൊടുക്കേണ്ടിയിരുന്നത്, അത് വാങ്ങിക്കുന്ന മാനുഫാക്ചറർ. അത് അപ്പോൾ ഇവർക്ക് വരുമാനമായിട്ട് കിട്ടും. ഈ ഞാൻ എൻ്റെ കയ്യിലിരുന്ന പൊട്ടിയ സ്വർണ്ണമൊക്കെ കൊടുത്തതിന് ഒരു റിട്ടേൺ എനിക്ക് കിട്ടും. ഈ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ സ്വർണ്ണം എനിക്ക് കിട്ടും. പക്ഷെ സ്വർണം കൊടുത്ത രൂപത്തിൽ കിട്ടണമെന്നില്ല, സ്വർണത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് കിട്ടും. പിന്നെ മാത്രവുമല്ല, ചിലപ്പോഴത് നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം സ്വർണം അങ്ങോട്ട് കൊടുത്തു, ഒരു മാനുഫാക്ചറർ അതെടുത്തു, അതിൻ്റെ പലിശയെന്ന് പറയുന്ന ഒരു സാധനം പൈസയായിട്ടല്ല ചിലപ്പോൾ തരിക, വർഷാവസാനം അത് സ്വർണ്ണം ആഡ് ചെയ്യും. ആ ഗ്രാം എത്ര ഗ്രാം ആണോ, 5 ഗ്രാം ആണെങ്കിൽ ആ 100 ഗ്രാമിൻ്റെ കൂടെ 5 ഗ്രാം ആഡ് ചെയ്ത് അത് കാലാവധിയും മറ്റു പല കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒരു ഓർണമെന്റ് ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് കിട്ടുന്നത് കട്ടിയായിട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോഴും ഓർണമെന്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധമില്ല, അങ്ങനെ തരണമെന്ന് അത് നിഷ്കർഷിക്കുന്നില്ല. നമുക്ക് മതിയല്ലോ, അളവിലുള്ള അത് ഗ്രാമാണ് അവരെടുക്കുന്നത്, ആഭരണമല്ല സ്വർണമാണ്. 10 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ഉള്ള സ്വർണമാണ് അവരെടുക്കുന്നത്. ശരിക്കും നമുക്ക് ലാഭം തന്നെയാണ്. അത് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് ലാഭമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 to 3% എന്ന് പറയുന്നത് ഇപ്പം 6 to 7% ആയെന്ന് പറയുന്നു. അത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ആഭരണ നിർമ്മാതാക്കൾക്ക് 2 കൂട്ടർക്കും ഇത് ലാഭം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പം അവർക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുന്നു. ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ഇതുവഴി നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാം ഓപ്പറേഷണൽ കോസ്റ്റും മെച്ചപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയുന്നു. പഴയ പ്രോഫിറ്റ് മാർജിൻ ഇല്ല. പ്രോഫിറ്റ് തന്നെയുണ്ട് കേട്ടോ ഇപ്പോഴും. അവർ പ്രോഫിറ്റ് ഇല്ല, നഷ്ടമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രോഫിറ്റ് മാർജിൻ കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞത് കണക്ക് ഇപ്പം നമ്മൾ നടപ്പിലാക്കിയതല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വരുമ്പോൾ അതിനെ പരിഷ്കരിച്ചു, അതിന് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വന്ന് ഔദ്യോഗികപരമായിട്ട് അംഗീകരിച്ചു ഒക്കെ വരുമ്പോൾ ഇതിന് നല്ല പിന്നീട് നേട്ടങ്ങളുണ്ടാവും. ഗോൾഡ് ലീസിങ് നല്ല മെത്തേഡായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആസ് യു സെഡ്, അതൊരു നോൺ പ്രൊഡക്റ്റീവ് അസറ്റിൽ നിന്ന് പ്രൊഡക്റ്റീവ് അസറ്റിലേക്ക് മാറുന്ന ഒരു നല്ല നടപടിക്രമങ്ങളായിട്ടാണ്. അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ നേരത്തെ ഗോൾഡിനെ വീട്ടിലിരിക്കുന്നത് നമുക്ക് 2500 ടൺ സ്വർണ്ണം ഉണ്ടെന്നാണ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ അടുത്ത്. ടെമ്പിൾസിലുള്ള സ്വർണവും കൂടി കൂട്ടുമ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന 3400 മുതൽ 3600 ടൺസ് വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ 3.8 ട്രില്യൺ ഡോളറിൻ്റെ എങ്കിലും കുറഞ്ഞത് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നീട് GDP-യുടെ 88%, 88-90% നമ്മുടെ ഗോൾഡ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ഒരു പ്രൊഡക്റ്റീവ് അസറ്റായിട്ട് മാറേണ്ടതുണ്ട്. അതൊരു ഇൻകം ജനറേഷനായിട്ട് മാറേണ്ടതുണ്ട്. ഇന്ത്യക്ക് വളരാൻ വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതിന് ഡോളറിനേക്കാളും കരുത്താർജിക്കാൻ ആയിരുന്നല്ലോ ഒരു കാലത്ത്. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലാണല്ലോ നമ്മളുടെ ലോകം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അത് നിക്സന്റെ കാലത്താണല്ലോ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അബോളിഷ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് തീർന്നപ്പോഴാണ് ഡോളറിന് വലിയ ആയിട്ട് വന്നത്. അപ്പോൾ ഡോളറിനേക്കാളിലും വലിയ ഒരു സാധനം ആകാൻ ഇനി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗോൾഡ് നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ആവശ്യം, ലോകത്തുള്ള ആവശ്യം വളരെ, അപ്പോൾ അതൊരു ഫിയറ്റ് കറൻസി കൊണ്ടേ നടക്കും. ഈ ഡോളർ, റുപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഫിയറ്റ് കറൻസികളാണ്. അവരുടെ മൂല്യം എന്ന് പറയുന്നത് അവർ തരുന്ന ഉറപ്പാണ്. റിസർവ് ബാങ്ക് ഗവർണർ നമുക്ക് തരുന്ന ഉറപ്പാണ് നമ്മളുടെ 500 രൂപ നോട്ടിലുള്ള ഒരു പേപ്പറേ ഉള്ളൂ. അല്ലാതെ പിന്നെ പേരിനൊരു ഇത്തിരി സ്വർണം റിസർവ് ബാങ്ക് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതൊന്നും ഈക്വലൻ്റ് അല്ല. അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഈ സ്വർണം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ തിരിച്ചുവരവ് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഫിയറ്റ് കറൻസി ആയിട്ട് തന്നെയായിരിക്കും. പക്ഷേ ഗോൾഡ് ഒരു വലിയ റോൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ ഗോൾഡ് ലീസിങ് പോലെയുള്ള നൂതനമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇന്നൊവേഷനാണത്. ആ ഫിനാൻഷ്യൽ ഇന്നൊവേഷൻ ശക്തിപ്പെടുത്തണം.
അത്തരത്തിലുള്ള ചിന്തകളും മറ്റുമൊക്കെ ധാരാളമായിട്ട് പല ഭാഗത്തുനിന്നും ഉണ്ടാകണം. അത് സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തുനിന്നായിരുന്നാലും മറ്റും ആയാലും പോലും നമുക്കത് സ്വീകരിച്ച്, പക്ഷേ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിനകത്ത് അത് കൊണ്ടുവന്ന് നടപ്പിലാക്കണം. എല്ലാത്തിനും ഒരു റെഗുലേഷൻ ഉണ്ടാകണം. റെഗുലേഷൻ ഉണ്ടായില്ലെങ്കിൽ നാശം ഉണ്ടാക്കും. അത് സർക്കാരാണെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയായ RBIയോ SEBIയോ ആണെങ്കിൽ അവരതിന് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം 2025 സ്വർണ്ണ വിപണി നമ്മൾ കണ്ടു. 2026 നമ്മൾ കിടക്കാണ്. സാമ്പത്തിക വിപണിയും സ്വർണ്ണ വിപണിയും ഒക്കെ നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. അപ്പം അത് ഏത് രീതിയിൽ പോകുമെന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം. സാറിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു.